കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തിൽ UDF നിലനിർത്തി. മണ്ഡലത്തിൽ NDAക്ക് 2021 വോട്ട് വർദ്ധിച്ചപ്പോൾ UDFനും LDFനും വോട്ട് കുറഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയ 48,839 വോട്ടിനടുത്തെത്താൻ NDAക്ക് കഴിഞ്ഞതുമില്ല. മണ്ഡലത്തിലെ വോട്ട് നിലയിൽ പല മാറ്റങ്ങളും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. 2021 LDF ശക്തി കേന്ദ്രമായ കരുനാഗപ്പള്ളി മണ്ഡലം 29,208 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CR മഹേഷ് പിടിച്ചെടുത്തത്. NDA സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് 12,144 വോട്ട്, LDFന് 65,017. 3 വർഷത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 36,695 വോട്ടിന്റെ കൂടുതൽ മണ്ഡലത്തിലുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA 2021 19,977 വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ UDFനും LDFനും നഷ്ടക്കണക്കാണ്. എന്നാൽ ലോക്സഭാ വോട്ടെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കാനായെന്ന് നിയുക്ത MLA പറയുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 48,000 വോട്ട് താമര ചിഹ്നത്തിൽ കരുനാഗപ്പള്ളിയിൽ ചെയ്തതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 32,000 മാറി. അപ്പോൾ കൂടിയതാണോ കുറഞ്ഞതാണോ? അത്രയും വോട്ട് തിരികെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സമാഹരിക്കാൻ സാധിച്ചു. 214 ബൂത്തുകളുള്ള കരുനാഗപ്പള്ളിയിൽ 2ഇടത്താണ് NDA ഒന്നാമതെത്തിയത്. LDF ഭരിക്കുന്ന ആലപ്പാട് പഞ്ചായത്തിലെ 8ഉം UDF ഭരിക്കുന്ന കരുനാഗപ്പള്ളി നഗരസഭയിലെ 138 നമ്പർ ബൂത്തിലും 6 ബൂത്തുകളിൽ 2ാം സ്ഥാനത്തുമെത്തി. 200-ന് മുകളിൽ വോട്ട് പിടിക്കുന്ന ബൂത്തുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി. ഏതാണ്ട് 25ഓളം ബൂത്തുകളിൽ 200-ന് മുകളിൽ BJPക്ക് വോട്ട് കിട്ടി. 2 ബൂത്തിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 14-16 ബൂത്തുകളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തി. ഏതാണ്ട് 140-160 ബൂത്തുകളിൽ BJPയെ സംബന്ധിച്ച് ഒരു 150 മുതൽ മുകളിലേക്ക് വോട്ട് കിട്ടിയ സാഹചര്യം ഉണ്ടായി. തീരെ പിന്നോക്കം പോയ ബൂത്തുകൾ വളരെ കുറച്ച് ബൂത്തുകളുള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും 2 അക്ക വോട്ടിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. UDFന് നഷ്ടപ്പെട്ട 11,623 LDFന് കുറഞ്ഞ 9,042 വോട്ടുകളുടെയും നല്ലൊരു ഭാഗം NDAക്ക് ലഭിച്ചിട്ടുണ്ട്. മുന്നണികൾ വിശദമായ പരിശോധനയും ആരംഭിച്ചു. NDA വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് കരുനാഗപ്പള്ളി. മീഡിയ 1 കൊല്ലം.